സൗബിക്ക് ചിലപ്പോ സ്റ്റേറ്റ് അവാർഡൊക്കെ ചിലപ്പോ കിട്ടുമായിരിക്കും. പക്ഷെ സൗബിയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി അഭിനയിച്ചേക്കുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. കൂട്ടുകാരാകുമ്പോ ഭയങ്കര പണിയാ, നിക്കാൻ പറ്റില്ല, മുമ്പിൽ നിക്കാൻ പറ്റില്ല, എല്ലാരും അങ്ങോട്ട് കൊണ്ടിട്ട് കളിയാക്കി ചിരി പൊട്ടിയ തീർന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും മറ്റേ ഫസ്റ്റ് വിളിക്കണത് മച്ചായിരിക്കും. നമുക്ക് കുറെ വേറെ പ്രമയുഗത്തിലും ഒക്കെ ഞെട്ടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് അറിയാൻ വലിയ പ്രശ്നമൊന്നും വേണ്ടെന്നുണ്ട് നേരെ നിങ്ങൾക്ക് അറിയണ പോലെയാണ് ഇവിടെ മറ്റേ ഓക്കെ നേരെ മറ്റേ ഗ്ലിസറിന് വേണ്ട, ഒന്നും വേണ്ട, നേരെ ഒറ്റ കരച്ചിരി പറ്റി സംഘഗാനമൊക്കെ സങ്കടമുള്ള ഗാനമൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഒരു സങ്കടമൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു അങ്ങോട്ട് അടിയെന്ന് പറഞ്ഞ് ചെന്ന് നിൽക്കും. ലൈറ്റ് മാറ്റതൊക്കെ വരുമ്പോ വെള്ള കണ്ണീരൊക്കെ. ഫസ്റ്റ് ഹാഫ് കേട്ടതിനെക്കാട്ടും ടോട്ടലി ഡിഫറെന്റ് ആണ് സെക്കൻഡ് ഹാഫ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ചിന്തിച്ച രീതിയിലായിരിക്കില്ല സെക്കൻഡ് ഹാഫിൽ പരിപാടികൾ പോണത്. സിനിമ ലാലേട്ടനൊക്കെ പറയുന്നത് സംഭവിക്കുന്നതാണ്. അത് നമുക്ക് എപ്പോ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുന്നു ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഇമോഷൻസ് ഒക്കെ പറഞ്ഞിരുന്ന അവരാണ്. ഡയറക്ടേഴ്സ് ആക്ടർ ആവാനാണ് എനിക്ക് ആഗ്രഹം. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ്സ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. EIG ഓവർസീസ് പ്രസൻസ് ബി വിത്ത് രമ്യയിൽ ഇന്ന് എന്നോടൊപ്പം നമ്മുടെ പുതിയ ചിത്രമായ എന്ന സ്വന്തം പുണ്യാളൻ, അതിന്റെ ഡയറക്ടർ മഹേഷ് ഉണ്ട്, ഇതിലെ ആക്ടേഴ്സ് ഉണ്ട്, കൂടെ അനശ്വര, അർജുൻ, ബാലു. അപ്പോ എല്ലാവർക്കും ബിലേറ്റഡ് ആണ്, പക്ഷെ ഹാപ്പി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. ക്രിസ്മസ് ഒക്കെ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു? അതോ ഷൂട്ടും തിരക്കും ബഹളത്തിലൊക്കെ ആയിരുന്നോ? ഷൂട്ടിലായിരുന്നോ നിങ്ങൾ എല്ലാവരും? ബാലു ഷൂട്ടിലായിരുന്നോ? ഷൂട്ട് ഞങ്ങൾ ആക്ച്വലി ഒരുമിച്ച് ചെയ്തോണ്ടിരിക്കുന്നു സുമതി വളവ്. പക്ഷെ ഞാൻ ഷൂട്ട് ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾ പാലക്കാടായിരുന്നോ? ഞാൻ മാത്രം. ഞാൻ രാത്രി മറ്റേ ഉച്ചക്ക് 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി, വീട്ടിൽ വന്നു, അപ്പൊ വീട്ടില് കൂടി പ്രാവശ്യം ക്രിസ്മസ്. മഹേഷ് തീർച്ചയായിട്ടും ഇതിന്റെ ഓരോ വർക്കും കാര്യങ്ങളും എത്രയെന്ന് പറഞ്ഞാലും ഇതൊന്ന് റിലീസ് ആവുന്നോണം വരെ 10th തന്നെയാണല്ലേ റിലീസ്. അപ്പൊ അതുവരെ നിങ്ങൾ ഇതിന്റെ ബാക്കിൽ തന്നെയായിരിക്കും. പക്ഷെ ബാക്കി ഇതിന്റെ വർക്കും കാര്യങ്ങളും എല്ലാം ഓൾഡൺ അല്ലേ, ഇനി പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്ക് ഇതിന്റെ ടീസറിൽ ട്രെയിലർ റിലീസ് ആക്കിയിട്ടില്ല. ടീസറിലെ എൻഡിങ്ങിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വിചാരിക്കുന്ന ഇതിപ്പോ കറക്റ്റ് സമയമാണോ എന്ന് അറിയില്ല, ഈ സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, എന്നാലും ഇത് എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിക്കുന്നില്ലേ? ഈ ഒരു ഡയലോഗ് നിങ്ങൾ ആരെങ്കിലും ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു സംഭവം, ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തിട്ടുണ്ടാവുമോ? ഇഷ്ടം പോലെ എന്നാ പറയും മഹേഷ്, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എപ്പോഴൊക്കെ ആയിരിക്കും? അർജുനേയും ബാലചേട്ടനെയും അനശ്വരയൊക്കെ കേട്ടിട്ട് പടത്തിൽ ഡേറ്റ് കിട്ടിയപ്പോ എങ്ങനെ ഒപ്പിച്ചടാ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അത്രയും പിടികിട്ട പുള്ളികളായിട്ട് ഇവരെല്ലാരും ഭയങ്കര ഒരു സെറ്റിൽ നിന്നും മറ്റേ സെറ്റിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഭയങ്കര ബിസി ആക്ടേഴ്സ് അല്ലേ? അല്ല, അത്ര ഡിമാൻഡ് ആണല്ലോ നിങ്ങൾക്ക്. അപ്പൊ അത് മാത്രല്ല, മഹേഷിന്റെ ഒരു വലിയ സ്വപ്നമാണ് 10-15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഒരു സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എത്തിയൊരു മനുഷ്യൻ. തീർച്ചയായിട്ടും അവസാനം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള നിങ്ങളെ പോലത്തെ യങ് ആക്ടേഴ്സിനൊക്കെ മൂവിൽ കിട്ടാന്ന് പറയുമ്പോ ആ ഒരു ത്രിൽ ഒബ്വിയസ്ലി അദ്ദേഹത്തിന് ഉണ്ടാവും അല്ലേ മഹേഷ്? ഉറപ്പായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം. അല്ല, ഇവരുടെ കോംബോ എപ്പോഴും ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ. അതുകൊണ്ട് തന്നെയാണോ മഹേഷ് ഇവരെ ഈ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്നത്? അതൊരു റീസൺ ആണ്. പിന്നെ ഈ ക്യാരക്ടറിനോട് നമുക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറോട് ചേർന്ന് നിൽക്കുന്ന, അങ്ങനെ പറഞ്ഞ അല്ല, കുറച്ച് എന്റെ ക്യാരക്ടർ ഇതിൽ കുറച്ച് കിളിപോയ ക്യാരക്ടർ, അതിനോട് ചേർന്ന് നിൽക്കാന്ന് പറയുമ്പോൾ നമ്മളെ കണ്ടതല്ലേ രോമാഞ്ചത്തിലൊക്കെ പെർഫോമൻസ്. ത്രൂ ഔട്ട് ഇതുവരെ കാണാത്തൊരു അർജുൻ അശോകനെ നമുക്ക് കാണാൻ പറ്റില്ല. ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ബാലചേട്ടൻ ആയാലും, ബാലചേട്ടൻ നമ്മള് കുറച്ച് ഫൺ, പിന്നെ ജാനേമനിൽ കുറച്ച് ടഫ് അങ്ങനെ കണ്ടിട്ടുള്ളൂ. വളരെ കൂളായിട്ട് വേറൊരു പരിപാടി കാണാൻ പറ്റും. അനശ്വര ആണെങ്കിൽ തന്നെ കുറച്ച് പരിപാടി ഉണ്ട് ഇതിനകത്ത് പടത്തിൽ. ത്രൂ ഔട്ട് മൂന്നുപേരും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പരിപാടി ഉണ്ട് പടത്തിൽ. അതാണ് എന്നെ കൂടുതലും ഇതിനകത്ത് എക്സൈറ്റ് ചെയ്യും. ആളുകൾ എങ്ങനെ എടുക്കും, എങ്ങനെ. ഓക്കെ, അനശ്വരയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലോ, ഇത്തരത്തിലുള്ള ഒരു എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഫ്രേസ് ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുമോ? എങ്ങനെ ഒപ്പിച്ചു?
ആ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എവിടെയൊക്കെയോ ആണ്. പക്ഷെ എക്സാക്ട് ആയിട്ട് ഓർമ്മയില്ല എവിടെ എപ്പോ. എവിടെയൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിലെ ക്യാരക്ടർ ആണെങ്കിലോ ഇതിനകത്തെ ക്യാരക്ടർ ഒരു രസമുള്ളൊരു കഥാപാത്രമാണ്. ഇപ്പം മഹേഷേട്ടൻ പറഞ്ഞ പോലെ എന്തൊക്കെയോ പരിപാടികളൊക്കെയുള്ള ഒരു പള്ളി, ഒരു വേറെ തന്നെ യൂണിവേഴ്സ് നടക്കുന്ന ഒരു പള്ളി, അതിലകത്ത് പള്ളിയിലെ അച്ഛൻ, അവിടെ എത്തുന്ന ഒരു കള്ളൻ, അവിടെ എത്തിപ്പെടുന്ന ഒരു കള്ളൻ. കള്ളിയല്ല പെൺകുട്ടി, കള്ളൻ, അവിടെ എത്തുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ അവിടെ നടക്കുന്ന കുറെ രസകരമായ സംഭവ ബഹുലമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. കൂടുതൽ പറഞ്ഞ ആക്ച്വലി ഇതിന്റെ ഒരു പ്ലോട്ട് നമുക്ക് ഒരുപാട് അങ്ങ് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു നിങ്ങളിപ്പോ ഈ ടീസറും ട്രെയിലർ കാണാൻ പോകുന്നുണ്ട്. ടീസറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പരിപാടിയില്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഭയങ്കര എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പടം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു സീക്രട്ട് പരിപാടിയുണ്ട്. ഓ, അതുകൊണ്ട് പലതും നമ്മൾ സൂക്ഷിച്ച് വേണം ഇവര് സംസാരിക്കാൻ അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിൽ ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതുവരെ കാണാത്ത, പക്ഷെ അർജുൻ നമുക്ക് കുറെ വേറെയും ഒക്കെ ഭ്രമയുഗത്തിലും ഒക്കെ ഞെട്ടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. അർജുന്റെ കള്ളന്റെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ ചെയ്യാൻ അച്ഛൻ ആയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, അച്ഛനും ആവട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു കള്ളനായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അർജുന് ഈസി ആയിരുന്നോ? ഭയങ്കര എളുപ്പമായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് കള്ളത്തരം ചെയ്തിട്ടുണ്ടോ? ഒരുപാടില്ല, പക്ഷെ എന്നാലും ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ കള്ളത്തരം, പ്രായത്തിന്റേതായിട്ടുള്ള കുറെ. തീർച്ചയായിട്ടും ചെയ്യാത്തവരാ. ഡയലോഗ് പടം മാറിപ്പോ ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുമ്പോൾ. പക്ഷെ ഈ പടത്തില് ഇവൻ കുറച്ചും കൂടി സത്യസന്ധതായിട്ടുള്ള ഒരു കള്ളനാണ്. ചിലപ്പോ ഇനി കള്ളനാണോ അല്ലെങ്കിൽ ഇനി പുണ്യാളൻ ഇവനാണോന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാനാണോ അനശ്വരയുടെ എവിടെയാണ് കള്ളൻ, ആരാണ് പുണ്യാളൻ, ആരാണ്? പക്ഷെ നമ്മൾ ടീച്ചറിൽ കാണുന്നത് വെച്ച് ഇപ്പൊ ഇതിൽ വെച്ചിട്ടല്ലേ നമ്മള് ജഡ്ജ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കള്ളൻ ഞാൻ തന്നെ. ഓക്കെ. എന്നാലും ഈ ഒരു ക്യാരക്ടർ കൂടുതൽ ഇഷ്ടപ്പെട്ട വെച്ചാൽ ഇതൊരു ഫാന്റസി ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് സബ്ജക്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് കേട്ടതിനെക്കാട്ടും ടോട്ടലി ഡിഫറെന്റ് ആണ് സെക്കൻഡ് ഹാഫ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ചിന്തിച്ച രീതിയിലായിരിക്കില്ല സെക്കൻഡ് ഹാഫിൽ പരിപാടികൾ പോണത്. അപ്പൊ അതൊക്കെ എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ രോമാഞ്ചത്തിന് ശേഷം, രോമാഞ്ചം ഒരു പ്രോപ്പർ അങ്ങനത്തെ ഒരു കിളി പോയൊരു മച്ചാനാണെങ്കിൽ ഇതില് കിളി ഇല്ല ഓൾറെഡി പോകാനായിട്ട്. പക്ഷെ ഭയങ്കര എക്സെൻട്രിക് ആണ് മച്ചാൻ. എല്ലാം ഭയങ്കര എന്താണ് ആരാണെന്ന് പിടികൊടുക്കാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ചെയ്താൽ കൊള്ളാന്നൊരു ആഗ്രഹം തോന്നി. പറഞ്ഞു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നു കഴിയുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള കഥ വേണം, സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വേണം, എന്നാൽ മാത്രമേ ആ ക്യാരക്ടറിന് ഒരു വില ഉണ്ടാവുള്ളൂ. അപ്പൊ അതെല്ലാം ഒത്തു വന്നൊരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത്തരത്തിലുള്ള ഇങ്ങനെ ഇത്രയും എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ വരുമ്പോഴേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആവില്ലേ ഇത് ചെയ്യാനായിട്ട്, കഥാപാത്രം ചെയ്യാനായിട്ട്? ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും നാച്ചുറലി. പക്ഷേ ഒബ്വിയസ്ലി ഒരു ഏത് ലൊക്കേഷനിൽ ഫസ്റ്റ് 2-3 ഡേയ്സ് ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഡയറക്ടർ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ റൈറ്റർ എഴുതി വെച്ച രീതിയിൽ ആ ക്യാരക്ടർ നമുക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ട്രാക്കിലാകണ വരെ ടെൻഷൻ ഉണ്ട്, പക്ഷെ അതൊരു സുഖമുള്ളൊരു ടെൻഷൻ ആയിരുന്നു. പിന്നെ അത് ഇവര് പറഞ്ഞ രീതിക്കാണ് പോണെന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷം. നമ്മള് സെറ്റായി, അപ്പൊ ഞാൻ കള്ളനായി എന്നുള്ളൊരു അങ്ങ് അടിയറച്ച് അങ്ങ് വെക്കും അല്ലേ? സിനിമ കാണുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥ കള്ളൻ ആരാണെന്ന്. ഈ താടിയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന ആളാണോ? പള്ളിയിലച്ഛനെ കള്ളനാക്കി. ഇതിലൊരു ഭാഗ്യം ഉണ്ടായത് ബാലചേട്ടനായാലും അർജുൻ ചേട്ടനായാലും അനശ്വര, പിന്നെ അൽത്താഫൊക്കെ ഉണ്ട്, രഞ്ജി പണിക്കർ സാറുണ്ട്. ഈ ഇവര് 4 പേര് ആണ് ഈ പള്ളിയിലുള്ളത്. നമ്മുടെ അൽത്താഫൊക്കെയും അർജുനും ബാലചേട്ടൻ അനശ്വര ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. സോ ആ വൈബ് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ സോ എനിക്ക് ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ. അതൊരു ഈ പള്ളിയിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, പള്ളി നമ്മളൊരു ദേവാലയം ഇങ്ങനെ ഇരിക്കുമ്പോഴേ ആണോ ഒറിജിനൽ പള്ളിയിലേക്കകത്തല്ലായിരുന്നോ? ഇതൊരു ഭയങ്കര ഒരു സീനും അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും പള്ളി എന്ന് പറയുമ്പോ അത്രയും ഒരു ഞാൻ ആക്ച്വലി നമുക്ക് അങ്ങനെ വർക്ക് സ്പേസ് ആയിട്ട് എടുക്കാൻ പാടില്ലല്ലോ. നമ്മൾ അതിന് അനുയോജ്യമായ ഒരുപാട് പള്ളികൾ ഞാൻ ഒരു വർഷത്തെ ഇപ്പൊ കുട്ടിക്കാനം വാഗമണ്ണിലൊന്നും ഞാൻ കേറാത്ത പള്ളികളില്ല, പോയി ചോദിച്ചിരുന്നു, നടന്നില്ല. അത് ആക്ച്വലി ഈ സിനിമ ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാത്തിനും നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ അവരെ. അപ്പം സോ അത് പ്രൊഡ്യൂസറിന്റെ അടുത്ത് എനിക്ക്
ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിലുള്ളൊരു പള്ളി. അപ്പോൾ അത് ചെറുതായി പോയാലോ അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വന്നാൽ ഇത് വർക്കാവില്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസർ സാറ് അതിൻ്റെ കൂടെ വന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനൊരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ഈ പടത്തിലേക്ക് കൊടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അത് എന്നാലും ഈ പള്ളിക്കകത്ത് സീനൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നമ്മളെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ മാതാവേ അല്ലെ യേശു പുണ്യാള ചിലർക്കുണ്ട്, പെട്ടെന്ന് അങ്ങനെ വിളിക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ഫീൽ വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എല്ലാരും അങ്ങോട്ടും എനിക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് എലമെന്റ്സ് ഞങ്ങളുടെ അഭിനയം കണ്ടിട്ട് എന്റെ കർത്താവ് എത്ര വട്ടം പറഞ്ഞ് മനസ്സിലാക്കാൻ. പള്ളി അങ്ങനെയല്ല, നമുക്ക് മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒരു സാധനം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഭയങ്കര റിസ്ക് എലമെന്റ്സ് കുറെ ഉണ്ടായിരുന്നു. നമുക്ക് ഇത് ഷൂട്ട് ചെയ്ത സ്ഥലം, ഷൂട്ട് ചെയ്ത രീതികളും ഒക്കെ ഇച്ചിരി ഭയങ്കര ഒറ്റ ഇതിൽ പറഞ്ഞാൽ നിനക്കിത് വേണോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള കുറെ എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയിൽ. ഇത് കാണുമ്പോൾ മനസ്സിലാവും. റിസ്ക് ആണ് ഭയങ്കര. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഒരു വണ്ടി നിങ്ങൾ ആ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ബാലിച്ചേട്ടൻ്റെ ഒരു വണ്ടി ഉണ്ട്. അത് കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ നമ്മൾ ബാലിച്ചേട്ടൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതിലും ഈ വണ്ടിയാണ് അവരെ ഒരുപാട് പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആകെ ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അവരെ സ്കൂൾ വാനായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം വീട്ടിൽ നിന്ന് പള്ളിയിലച്ചനാകാൻ വിട്ടപ്പോൾ ആ വണ്ടി മാത്രമാണ് പുള്ളിക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ വണ്ടി ഇന്ത്യയിൽ ഒറ്റ വണ്ടിയുള്ളൂ. നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇതാക്കിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പഴയ വണ്ടിയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കുട്ടിക്കാലം മലയും കുന്നും ഒക്കെ കയറിയത്. ഒറ്റ വണ്ടി. അത് പണി മുടക്കിയാൽ പരിപാടി തീർന്നു. സോ അത് പുതിയ വണ്ടികൾ പോലും ഒരു സിനിമയിലെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അത് ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. ഇത്രയും പഴകിയ വണ്ടി നമ്മൾ ഇത്രയും കുന്നും മലയും കേട്ടിട്ടും അത് ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ ഒന്ന് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ. എനിക്ക് ശരിക്കും പുണ്യാളന്റെ ഒരു ബ്ലെസ്സിങ് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ദൈവാധീനം അതെ, ശരിക്കും ബാലുവിന് എപ്പോഴെങ്കിലും ഇപ്പൊ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു വളർന്നുകൊണ്ട് ചെറുപ്പം മുതലേ ചില പറയുമല്ലോ നീ അച്ഛനാവണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒരു എന്തെങ്കിലും എപ്പോഴെങ്കിലും അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോഴോ എനിക്ക് അച്ഛനായ ആവണം അങ്ങനെ ഒരു ആഗ്രഹം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചെറുപ്പത്തിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. ഒരു 2 വയസ്സ് 3 വയസ്സ് അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂല. അല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അച്ഛനാവണ്ട, പ്രോപ്പർ അച്ഛനായ മതി. ഇപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ കൊച്ചിന്റെ അച്ഛനാണ്, പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. കൊച്ചിന്റെ അച്ഛനായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട്. ഈ പുണ്യാളൻ പൊതുവെ പറയണത് ഭയങ്കര വിശ്വാസമുള്ളവർ പറയും പുണ്യാളനെ വിളിച്ച വെളിപ്പുറത്തുണ്ടെന്ന്. നമ്മള് ചിലർക്കുള്ള ഭയങ്കര എന്റെ പുണ്യാളാന്ന് വിളിച്ച് എന്ത് പ്രാർത്ഥിച്ചാലും അത് പുണ്യാളൻ നേടിത്തരും എന്നുള്ളൊരു ഭയങ്കര അന്ധമായിട്ടുള്ള വിശ്വാസമുണ്ട് കുറേ ആൾക്കാർക്ക്. അതേപോലെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഇതേപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് തോന്നുന്ന ഒരു സെലിബ്രിറ്റി, ഒരു നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് പറയാമോ? ആരാ അങ്ങനെ ഉള്ളത് വിളിച്ച വെളിപ്പുറത്തുള്ള ഒരു ഫ്രണ്ട്? വിളിച്ച വെളിപ്പുറത്തുള്ള ഫസ്റ്റ് എന്റെ അമ്മയാണ്. അല്ല ഞാൻ ചോദിക്കുന്ന സെലിബ്രിറ്റീസില് അത് മറ്റേ പുണ്യാളം മൂടല്ല, മറ്റേ എന്ത് പ്രശ്നം ഉണ്ടായാലും മറ്റേ ഫസ്റ്റ് വിളിക്കണത് മച്ചാനായിരിക്കുള്ളൂ. ആസിയാണ് വിളിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അർജുൻ ആണെങ്കിലോ മച്ചാൻ തന്നെ ആയിരിക്കുള്ളൂ ഉറപ്പായിട്ടും. ഇപ്പൊ വിളിച്ചപ്പോ സ്പോട്ടിൽ ഞങ്ങൾ വിളിച്ച ഫോൺ എടുക്കും. എനിക്ക് എങ്ങനെ വിളിച്ചാവളെ പുറത്ത് മേ ബി എനിക്ക് എന്റെ ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന മാർട്ടിൻ സാറിനാണ്. എന്തെങ്കിലും ഒരു മാർട്ടിൻ സ്കോർസെസെ മാർട്ടിൻ സാറിനാണ് ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ചോദിക്കും. കഥകൾ എന്തെങ്കിലും ഒരു എടുക്കണോ വേണ്ടോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വിളിക്കുന്ന പേഴ്സൺ മേ ബി ആളായിരിക്കും. ഓ ബ്യൂട്ടിഫുൾ. മഹേഷ് എത്രയും ഒരു എന്താ പറയാ 10-15 വർഷമായിട്ട് സിനിമ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് അഡ്വർടൈസ്മെന്റ് ഒക്കെ എടുത്തു തുടങ്ങിയത്. അർജുനെ വെച്ചിട്ടൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ഇത്രയും വൈകിയത് എന്തുകൊണ്ട്? അത്രയും ബുദ്ധിമുട്ടാണോ നമ്മുടെ ഇവിടെ ഒരു സിനിമ ചെയ്യാൻ? ഉറപ്പായിട്ടും അത് ഇവിടെ നിന്നല്ല, എനിക്ക് തോന്നുന്നു തമിഴാവട്ടെ ഏത് ലാംഗ്വേജിലായാലും ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് അത് വെളിയിൽ പുറമേ നിന്ന് കാണുന്ന പോലൊരു പരിപാടിയല്ല. എല്ലാം ഒത്തുവരണം, ആർട്ടിസ്റ്റ്, ഡേറ്റ്, പ്രൊഡ്യൂസർ,
നല്ലൊരു സ്ക്രിപ്റ്റ്, അതിനൊരു ടൈം. സിനിമ ലാലേട്ടനൊക്കെ പറയുന്നത് അത് സംഭവിക്കുന്നതാണ്. അത് നമുക്ക് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുന്നു ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അത് അങ്ങനെ ഒരു മാജിക് ഉണ്ട് വന്നിട്ട് ഈ പുണ്യാളൻ എത്ര നാളായിട്ട് മനസ്സിലുള്ളത്? ഇല്ല, പുണ്യാളൻ സ്ക്രിപ്റ്റ് സാം ചേട്ടൻ എനിക്ക് തരുന്നു, നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു, അത് പെട്ടെന്നാണ്. സാധാരണ പുണ്യാളൻ എന്ന നമ്മളിപ്പോ പുണ്യാളനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്നൊക്കെ എന്തായിരിക്കും ഈ പുണ്യാളനെ ഡിഫറെന്റ് ആക്കുന്നത്? അത് നിങ്ങൾ ഇപ്പൊ ടീസറോ ട്രെയിലറോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഒരു ചില സിനിമകളൊക്കെ ഇതുപോലെ ആണെന്ന് തോന്നുമല്ലോ. സോ അത്തരത്തിലുള്ളൊരു പരിപാടിയല്ല നമ്മൾ ഇതിൻ്റെ അത് ചർച്ച ചെയ്യുന്നത്. അതാണ് ഈ ഫാന്റസി എന്ന് നമ്മൾ പറയുന്നത്. ആ ഫാന്റസി എലമെന്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഭയങ്കര മലയാളത്തിൽ അങ്ങനെ കണ്ടുവരാത്ത തരത്തിലുള്ളൊരു ഒരു പരിപാടിയാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ഇവർ മൂന്നുപേരുടെയും ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടർ ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ അകത്തുള്ള ഒരു കണ്ടന്റ് ഇല്ലേ, അത് ഭയങ്കര ഒരു 100% പറയും. ഓക്കെ, ബ്യൂട്ടിഫുൾ. അനശ്വരയുടെ അമ്മ പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട് അനശ്വര ഭയങ്കര മുൻകോപക്കാരിയാണെന്ന്. ആണോ അനശ്വര? ആണോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? നീയാണോ പറഞ്ഞ? അതെ, അവര് മാറ്റി പറയാതിരിക്കുന്നത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അമ്മ അങ്ങനെ പറയണെങ്കിൽ പൊതുവെ ഇമോഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡിനുള്ളിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണോ? അതെന്തുമായിക്കോട്ടെ, ദേഷ്യമോ സങ്കടമോ പറയേണ്ടത് പറയും, അല്ലാതെ അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളൊന്നും അല്ല. എന്റെ ഇമോഷൻസ് എനിക്ക് മാക്സിമം കൺട്രോൾ അണ്ടർ കൺട്രോളിലുള്ള ഒരാളാണ് ഞാൻ. വീട്ടിലൊക്കെ ഉള്ളൂ അങ്ങനെയൊക്കെ കാര്യം മൊത്തം നോക്കി പറയാം, അത്രേ ഉള്ളൂ. മറ്റേ നല്ല ആ പരിപാടി ഒന്നും ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ വരയ്ക്കുന്ന മതി. അപ്പൊ ഒരു കുഴപ്പമില്ല. അതെ അതെ, നമ്മൾ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി അറിയില്ല, അല്ല അറിയില്ലടി, പറയാൻ പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞല്ലേ, അമ്മ പറഞ്ഞില്ല അല്ല അല്ല പറഞ്ഞ തെറ്റാണെന്നൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ എത്ര സിനിമകളായി ചെയ്യണു? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വൈബ്, ഒബ്വിയസ്ലി അടുത്ത സിനിമയിൽ നീ ഉണ്ട്, ഞാനുണ്ട്, ആ ഒരു ശരിക്കും ഭയങ്കര അതൊരു ഫീൽ അല്ലേ? ഞങ്ങളിപ്പോ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ ചെയ്തത് ഒരു വർഷം മുമ്പാണ്, ജാനമൻ. അല്ല മറ്റേ പല്ലൊട്ടി അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. പല്ലൊട്ടി എന്നുള്ള സിനിമയിൽ ഞങ്ങൾ ഒരു ദിവസത്തെ കോമ്പിനേഷൻ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അഭിനയിച്ചത് ജാനമനിലാണ്, അത് 2 വർഷം മുമ്പ്. പിന്നെ അത് മറ്റേ 8 വർഷം മുമ്പ് ആണ് അഭിനയിച്ചേക്കണത്. പക്ഷെ ഞങ്ങള് മറ്റേ സുഹൃത്തുക്കളായതുകൊണ്ട് ആൾക്കാർ വിചാരിക്കണം മറ്റേ ഞങ്ങള് എപ്പോഴും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് പരിചയമുള്ള നല്ല സെയിം വൈബുള്ള ഒരാളാണ് സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കംഫർട്ട് സോണും നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആവുകയാണല്ലോ ആക്ടിങ് സൈഡില്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫീൽ എങ്ങനെയാ, നിങ്ങളത് എങ്ങനെയാ? അത് ഭയങ്കര ഗുണമാണ് ശരിക്കും. നമ്മുടെ ഒരു പുതിയൊരാൾക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി നമ്മൾ ചെയ്യുന്നു, അതിന്റെ കൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് നമ്മുടെ കൂടെ അതിന്റെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു എന്ന് പറയുമ്പോ അതിന്റെ സുഖം ഭയങ്കര അടിപൊളി തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഐസ് ബ്രേക്ക് സെഷൻസ് കുറെ ഒഴിവാക്കാം നമുക്ക് അവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. അത് ഏറ്റവും വലിയൊരു അർജുൻ അച്ഛൻ്റെ പടത്തിലൊക്കെ അശോകന്റെ മകൻ ഇപ്പോഴും ഇത് തന്നെ. നിങ്ങളിപ്പം ഇദ്ദേഹം പുതിയതായിട്ടുള്ള ഒരു ഡയറക്ടർ, ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം, എന്നാലും ഡയറക്ഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പുതു സംവിധായകൻ, ഇങ്ങനൊരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ 3 പേരും വേറെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ടേഴ്സിന് എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു അപ്രോച്ച് എങ്ങനെയാ? പുതുതായിട്ടുള്ള ഒരാളും സീനിയർ ആയിട്ട് വരുമ്പോഴും ഒന്നുമില്ല, കഥ മാത്രമേ ഉള്ളൂ കാര്യം. സ്ക്രിപ്റ്റ് നന്നായിരിക്കുക, ആ ഒരു പരിപാടി തന്നെ നമ്മൾ എല്ലാവരും നോക്കാറുള്ളൂ. അത് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് വേറെ ടെൻഷൻ ഇല്ല, പകുതി ടെൻഷൻ അവിടെ കുറയും. നല്ലൊരു പരിപാടിയാണ് നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സാധനമാണെങ്കിൽ പിന്നെ ബാക്കി ഇയാള് സീനിയർ ആണോ ജൂനിയർ ആണോ, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആ ഒരു ടെൻഷൻ നമുക്ക് പകുതി കുറയും. പിന്നെ നമ്മൾ ചെയ്യണ പരിപാടിയാണ്. ടെക്നീഷ്യൻസും ബാക്കപ്പ് ഉണ്ടല്ലോ നല്ല രീതിക്ക്. സാംസീസ് നേരത്തെ പറഞ്ഞ പോലെ നല്ല നമുക്ക് കൂടെ വർക്ക് ചെയ്തപ്പോ ഓരോ ആൾക്കാർ അവരവരുടെ ഏരിയ നന്നായി ചെയ്താൽ മാത്രമേ പടം മൊത്തത്തിൽ നന്നാവുള്ളൂ.
ഒറ്റ ആൾക്ക് ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ടീം വർക്കാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും അവരുടെ രീതിക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ബാക്കി ഓഡിയൻസ് കണ്ടു. അനശ്വരയ്ക്കാണെങ്കിലും അതേ ഫീൽ തന്നെയാണ്. ഇപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടി ചെയ്തിട്ടുണ്ട്. അനശ്വര ഓരോ കഥാപാത്രങ്ങളും വളരെ ഇൻവോൾവ് ആയിട്ട് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യണം, ഭയങ്കര നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ക്യാരക്ടറും ശരിക്കും നമുക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടെ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. നല്ല ആ ഏത് ക്യാരക്ടറിലേക്കും അതിലേക്ക് ഇറങ്ങി നമുക്ക് അവിടെ അഭിനയിക്കുന്നതായിട്ട് തന്നെ തോന്നില്ല. അതിലേക്ക് ആ ക്യാരക്ടറിലേക്കായിട്ട് അത് പ്രസന്റ് ചെയ്യുമ്പോഴേ ആ കഥാപാത്രം അത്രയും ഈസി ആയിട്ട്, ഇപ്പൊ നേരത്തിനകത്തേക്ക് ആണെങ്കിൽ പോലും അതൊക്കെ ശരിക്കും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണ്. എന്നാൽ അതിന് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ യു ഹാൻഡിൽ ഇറ്റ് അത്ര നൈസ് ആയിട്ട്. ആ ഒരു കഥാപാത്രമൊക്കെ ശരിക്കും ഒരു ചാലഞ്ചിങ് അല്ലേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അല്ലേ? ഡയറക്ടേഴ്സ് സമ്മതിച്ചു കൊടുത്തോളൂ. പിന്നെ അങ്ങനെയല്ല പറഞ്ഞോളൂ. അങ്ങനെയൊന്നും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഇമോഷൻസ് ഒക്കെ പറഞ്ഞിരുന്ന അവരാണ്. ഒരു ഡയറക്ടേഴ്സ് ആക്ടർ ആവാനാണ് എനിക്ക് ആഗ്രഹം. ഇത് പറഞ്ഞാലും മഹേഷായിട്ട് എക്സാക്ട്ലി നമുക്ക് പറഞ്ഞുതരും ഏത് മീറ്ററിലാണ് എന്താണ് വേണ്ടതെന്ന്. ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് ആള്. അപ്പൊ അതിന് കണക്കായിട്ട് എത്ര ടേക്ക് വേണോ അത്രയും ടേക്ക് നമുക്ക് അവർക്ക് വേണ്ടുന്ന അത്രയും രീതിയിൽ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ്. പല വെറൈറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിൽ അത് ചെയ്തു കൊടുക്കുക എന്നേ ഉള്ളൂ. അപ്പൊ മഹേഷേട്ടൻ ഇപ്പൊ ഇത് ഞാൻ ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്നതായാലും എല്ലാരും എന്താ പറയാ എനിക്ക് ആ ഒരു രീതിയിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യ സിനിമ തൊട്ട് ഇപ്പം ലാസ്റ്റ് സിനിമ വരെ എല്ലാരും ഒരു നല്ല ഡയറക്ടേഴ്സിനെ എനിക്ക് കിട്ടി. അവരെനിക്ക് അതിന് കണക്കായിട്ട് പറഞ്ഞു തരുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പ്രീ വർക്ക് ഇപ്പം സെറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഥകളെല്ലാം മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്? ഓരോ കഥാപാത്രവും ഡയലോഗ്സും ഒബ്വിയസ്ലി നേരത്തെ കിട്ടിയിട്ടുണ്ടാവണം. അപ്പം റൂമിൽ ഇരുന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക, അതെങ്ങനെയാ മിററിൽ അതിന്റെ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണോ യൂഷ്വലി ചെയ്യാറ്? അങ്ങനെ എനിക്ക് ഒരു ക്യാരക്ടറിനകത്ത് അധികം ഇരുന്ന് വർക്ക് ചെയ്ത് അതിന് മുന്നേ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ അതിന് ശേഷം ആ ക്യാരക്ടറിൽ നിന്ന് പരിപാടി എനിക്ക് വർക്ക് ആവാറില്ല. ഞാൻ ട്രൈ ചെയ്ത് എനിക്കത് പാളിപ്പോയ ഒരു സാധനമാണ്. അതിനകത്തിരുന്ന് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എനിക്കത് വർക്ക് ആവാറില്ല. ഇപ്പൊ ഒരു ക്യാമറ മെയിൻലി ഇപ്പൊ ചിലപ്പോ ആ ഡയറക്ടർ ആവശ്യപ്പെടുന്ന ചിലപ്പോ അതായിരിക്കില്ല. മിക്ക സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് അവർ ഇംപ്രവൈസ് ചെയ്യും. ഇപ്പൊ ഓപ്പോസിറ്റ് ഒരു കോസ്റ്റാർ വരുന്ന സമയത്ത് അവർ ഇംപ്രവൈസ് ചെയ്യും. അതിനകത്തായിട്ട് നമ്മൾ മാറ്റും. അപ്പൊ അങ്ങനെ പോകുന്നതാണ് ഈ പരിപാടികള്. നമ്മൾ ഒരു സാധനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പോകുന്നതല്ല. അപ്പൊ അങ്ങനെ തന്നെയാണ് എനിക്ക്. ഞാൻ മുന്നേ പ്രാക്ടീസ് ചെയ്ത് ക്യാരക്ടറിനെ പറ്റി മൊത്തം ഇരുന്ന് ആലോചിച്ച് പോകുന്ന പരിപാടി എനിക്ക് വർക്ക് ആവാറില്ല. അവിടെ എത്തി ആ ഒരു ഫ്ലോർക്ക് അനുസരിച്ച് ഡയറക്ടർ എന്താണ് പറയുന്നത്, കോസ്റ്റാർ എന്താണോ ഡിമാൻഡ് ചെയ്ത് അതിന് കണക്കായിട്ട് അത് ചെയ്തു പോവുക എന്നുള്ളതാണ്. അപ്പൊ സീനിന് തൊട്ട് മുമ്പ് ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള സീനാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഒരു ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ഒരു പ്രാക്ടീസ് സെഷൻ നടത്താറുണ്ടോ? ഇപ്പം ഒരു ഇവള് മറ്റേ സ്വിച്ച് ഇട്ടാ കരയുന്ന അങ്ങനത്തെ വേണ്ട. അല്ല ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞാലും ഭയങ്കര ഈസി ആയിട്ട് ക്യാരക്ടർ നമ്മള് ആക്ച്വലി ഞെട്ടിപ്പോണ പോലത്തെ ഒരു ആക്ടറാണ് ഇവള്. കാര്യം മറ്റേ ഇതാണ് ഓക്കെ കരയുന്നു എന്തുപറ്റി പോളെ അല്ല ഞാൻ ക്യാരക്ടർ ആയിട്ടാ. ഓക്കെ 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 ആ സാധനങ്ങള് പിന്നെ അതുകൊണ്ടാണ് നേരത്തെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഞെട്ടിച്ചു എന്ന് പറയുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. അതെ അല്ല ഇത്ര ഇൻസ്റ്റന്റ് ആയിട്ട് അത് ശരിക്കും അപ്പൊ ഒരു ബോൺ ആക്ടർ ആണ്. ആ സ്വിച്ച് മേടിക്കാൻ വേണ്ടി നോക്കിക്കണ്ടേ. ക്യാമറ അത് മറ്റേ ക്യാമറ പാനില് ഇങ്ങോട്ട് വരും, അപ്പത്തേക്കും സാധനം കൂടെയുള്ള അവരെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് അനശ്വരയുടെ ഈ ഒരു ആക്ടിങ് സ്കില്ലിൽ നിന്ന് നിങ്ങൾ കണ്ടുപഠിച്ചത് എന്തൊക്കെയായിരിക്കും? കണ്ടുപിടിച്ചത് തന്നെ അത് പഠിക്കാൻ പറ്റും. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് അവള് ഇങ്ങനെ ഒരു കരച്ചില് വരുന്നു? ശരിക്കും മറ്റേ മനസ്സിലക്കരാണ്. ഏത് പടത്തിലാണ് മറ്റേ ലളിത ചേച്ചി നിങ്ങളുടെ പരിപാടിയില്ലേ? KPC ലളിത ചേച്ചി ഏത് പടത്തിലായിരുന്നു? അതിനകത്ത് മറ്റേ പെണ്ണുങ്ങൾക്ക് അറിയാൻ വലിയ പ്രശ്നമൊന്നും വേണ്ടെന്നുകൊണ്ട് നേരെ നിങ്ങൾക്ക് അറിയണ പോലെയാണ് ഇവിടെ മറ്റേ ഓക്കെ എന്നുകൊണ്ട് നേരെ മറ്റേ ഗ്ലിസറിന് വേണ്ട ഒന്നും വേണ്ട, നേരെ ഒറ്റ കരച്ചിരി. ഈസി ആയിട്ട് എല്ലാ ക്യാരക്ടറും നമ്മ വിചാരിക്കും നമുക്കായിരിക്കും ടെൻഷൻ.
ഇതോടെ ഫോണും സംസാരിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ അപ്പുറത്ത് വേറെ പരിപാടിയിലൊക്കെ ആയിരിക്കുള്ളൂ ഷോർട്ട് റെഡി പിന്നെ എന്താ പറ്റുക വേറെ പൊളിയാണ്. നമ്മളിപ്പോ ഒരു പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ഈ ഇതിൽ ഇച്ചിരി ഒരു കണ്ണീരൊക്കെ വേണം, ഒന്ന് ഇമോഷണൽ ആയിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് കേൾക്കാനായിട്ടിരിക്കുന്നുണ്ടാവും മേക്കപ്പ് ടീംസ്. അപ്പോൾ അവർ ഗ്ലിസറിനൊക്കെ ഓടി വരും. ഞാൻ പോയിട്ട് വേറെ ആർട്ടിസ്റ്റ് ഉണ്ടാവുമല്ലോ, അവർക്ക് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. മഹേഷ് ഇതിനപ്പുറം എന്ത് വേണം? അത്രയും ക്യാരക്ടറിന് അത്രയും ആ സിറ്റുവേഷൻ അത്രയും ഉൾക്കൊള്ളുന്ന ആക്ടേഴ്സിന് അങ്ങനെ പറ്റുള്ളൂ. അല്ലാണ്ട് കണ്ണീര് എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചോ വരുന്ന ഇങ്ങനെ തിരിഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ഇപ്പൊ അത്തരത്തിലുള്ള ഒരു സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഗ്ലിസറിൻ തന്നെ വേണം. ഉറപ്പായിട്ടും വേണം. വേണം. അർജുൻ ആലോചിക്കുകയാണ്. ഞങ്ങള് മറ്റേ കരച്ചിൽ പരിപാടിയാണെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റേ സങ്കടമുള്ള ഗാനമൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഒരു സങ്കടമൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു അങ്ങോട്ട് ഷോർട്ട് റെഡി എന്ന് പറഞ്ഞ് ചെന്ന് നിൽക്കും. ലൈറ്റ് മാറ്റതൊക്കെ വരുമ്പോ വെള്ള കണ്ണീരൊക്കെ. പിന്നെ എസ്പെഷ്യലി ഞങ്ങൾ മറ്റേ അറിയാവുന്ന ആൾക്കാരുടെ മുമ്പിലാണെങ്കിൽ തീർന്ന് ഒന്ന് പോടാ. ആ വിഷ്ണു ഇപ്പോഴും സങ്കടം പറയാറുണ്ട്. ആ ചിലർ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പോലെ കൂടെയുള്ള ആക്ടേഴ്സ് ഒക്കെ ഭയങ്കര നിങ്ങൾക്ക് നല്ല വൈബുള്ള ആൾക്കാരൊക്കെയാണ്. ചിലപ്പോ നമ്മൾ ചെയ്താണ് ഇവർ കളിയാക്കി. ഞാൻ ശരിക്കും ഏറ്റവും മറ്റേ ബുദ്ധിമുട്ടി അഭിനയിച്ചേക്കുന്ന സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കുള്ളൂ. കാര്യം മഞ്ഞുമൽ ബോയ്സിലെ മറ്റേ ഏറ്റവും പ്രശ്നമുള്ള സിറ്റുവേഷൻ ഇരിക്കുമ്പോ 11 പേരാണ് ആമ്പിള്ളേരുള്ളത്. മറ്റേ ബോയ്സ് ഹോസ്റ്റല് പോലെയാണ് അതിന്റെ ഷൂട്ടിന്റെ സമയവും. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറ്റേ റൂമിൽ പോകുമ്പോഴും മറ്റേ ഹോസ്റ്റല് പോലെ എല്ലാരും മറ്റേ ഫസ്റ്റ് റൂം എന്റെ സെക്കൻഡ് റൂം എന്റെ ആ സ്കീമിലാണ് നിക്കണേ. അതിന്റെ ഷൂട്ട് നമ്മൾ നിൽക്കുമ്പോ മറ്റേ ഒരാൾ ഇമോഷണൽ നിൽക്കാൻ പറ്റില്ല. മറ്റേ കരയാൻ വേണ്ടി ഇങ്ങനെ വിഷ്ണു മെത്തേഡ് ആക്ടറാണ്. വിഷ്ണു സാധനമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ബാലിപ്പ ഫ്രണ്ടിൽ താഴത്തോട്ട് അതാ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ കഴിക്കാൻ പറ്റൂല. കാര്യം അത് മറ്റേ ഉള്ളീന്ന് വന്നാണ് എനിക്ക് അത് അറിയാണ്ട് വന്നു പോകും. മറ്റേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. അത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചേക്കണ സിനിമ മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. ഞാൻ മാത്രമല്ല എന്റെ കൂടെ അഭിനയിച്ചേക്കണ ഏത് ആക്ടർ ചോദിച്ചോ സൗബിക്ക് ചിലപ്പോ സ്റ്റേറ്റ് അവാർഡൊക്കെ ചിലപ്പോ കിട്ടുമായിരിക്കും. പക്ഷെ സൗബിയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി അഭിനയിച്ചേക്കുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. ഒരു ടേക്ക് തെറ്റിക്കഴിഞ്ഞാൽ മറ്റേ ഒന്ന് ചെയ്തിട്ട് പോണോ നമുക്ക് വേറെ പരിപാടി ഉണ്ടെന്നെ എല്ലാരും മറ്റേ ആ ഒരു മൂഡിൽ നിൽക്കുന്ന സിനിമയാ. അപ്പൊ അർജുൻ അങ്ങനെയാണ് രോമാഞ്ചത്തിലും ഉണ്ടാവൂല്ലോ സെയിം എക്സ്പീരിയൻസ്? അത്ര ഉണ്ടാവൂല, കാരണം ക്യാരക്ടർ ഇത് തന്നെയാണല്ലോ. അപ്പൊ എല്ലാരും പക്ഷെ ഇങ്ങനെ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവൂലായിരിക്കും. ഞാൻ ചെന്ന് 10 ദിവസം കൂടിപ്പോയി വർക്ക് ചെയ്തുള്ളൂ രോമാഞ്ചം. എന്നെ അറിഞ്ഞു വന്നപ്പോഴേക്കും എന്റെ കഴിഞ്ഞു. അപ്പൊ കളിയാക്കണ സമയം കൊടുത്തില്ല. മഞ്ഞുമല്ല് ഇപ്പൊ ബാസി ആയാലും സൗബി ആയാലും ജീൻചേട്ടൻ എനിക്ക് ജനിച്ചപ്പോടെ അറിയാം. എന്റെ ചേട്ടനാണ് ജീൻചേട്ടൻ. അപ്പൊ ജീൻചേട്ടൻ ചന്തുവിനെ അറിയാം, ഗണുവിനെ ജനിച്ചപ്പോട്ട് അറിയാവുന്ന പോലെ ഗണു, അതാണ് ഗണു. പിന്നെ ആരാണ് ഉള്ളത്? അരുൺ കുര്യൻ. അങ്ങനത്തെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളാണ്. അപ്പൊ കൂട്ടുകാരാകുമ്പോ ഭയങ്കര പണിയാ. നിക്കാൻ പറ്റില്ല, മുമ്പിൽ നിക്കാൻ പറ്റില്ല. എല്ലാരും അങ്ങോട്ട് കൊണ്ടിട്ട് കളിയാക്കി ചിരി പൊട്ടിയ തീർന്നു. ഈ പടം തന്നെ ഞങ്ങള് മറ്റേ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. കളിയാക്കൽ ഇങ്ങനെ കൂടുമ്പോ തന്നെ കൂടുതൽ കോൺഷ്യസ് ആവും. അപ്പം അല്ലേ ചിരി നിർത്താൻ പറ്റില്ല. കൂട്ടുകാരാകുമ്പോ പല കാര്യങ്ങളിലും നമുക്ക് മറ്റേ ചിരിയില് കണക്ഷൻ ഉണ്ടാവും. ഒരു ചെറിയ കാര്യം വേറെ എന്തെങ്കിലും കാര്യം ആയിരിക്കുള്ളൂ, പക്ഷെ അതിന്റെ ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ മറ്റേ വന്നു ഞാൻ തീർന്നു. അപ്പൊ ആ ചിരി അങ്ങനെ പൊട്ടും. ആ പൊട്ടിക്കഴിഞ്ഞാൽ അത് തീർക്കാൻ വേണ്ടി ഭയങ്കര പണിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത മറ്റൊരു മൂവിയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനശ്വരയുടെ അല്ല തോന്നുന്നുണ്ട് ഫസ്റ്റ് ന്യൂ ഇയർ 25 ഫസ്റ്റ് മൂവി റിലീസ് ചെയ്തായിരിക്കും. എന്റെ ഫസ്റ്റ് ഇതാണോ? രേഖാചിത്രം ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയർ ചിത്രമാണിത് അല്ലെ? അപ്പൊ എന്തായാലും 25 ഇനി നിങ്ങൾക്ക് പോയതിനെക്കാട്ടിലും ഒക്കെ സൂപ്പർ ഡ്യൂപ്പർ വർഷമാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. മഹേഷിനും
വിഷ്ണു ഒരുപാട് ഇത് നല്ല ഹിറ്റ് ആയിട്ട് ഇനിയും ബാക്ക് ടു ബാക്ക് ഒരുപാട് മൂവീസ്, കാരണം മനസ്സിൽ വലിയൊരു സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്, എത്രയോ ഇയേഴ്സിന്റെ സ്വപ്നമാണ്. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യണു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. കാണാം. താങ്ക് യു.